ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഈ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിന് ചക്ക നീളത്തിൽ അരിഞ്ഞെടുക്കണം കേട്ടോ. നമ്മൾ ചക്ക വറക്കാനൊക്കെ അരിയണ പോലെ. അപ്പോൾ എന്നിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളം ഒഴിക്കുക കേട്ടോ. എന്നിട്ട് അടുപ്പത്ത് വയ്ക്കുക. എന്നിട്ട് വല്ലാണ്ട് വേവാതെ വെന്ത് ഇങ്ങനെ ഇതാവില്ല, അങ്ങനെ ആവാത്ത രീതിയിൽ ഇങ്ങനെ ഇളക്കിയെടുക്കുക കേട്ടോ. ഒന്നിങ്ങനെ പാകത്തിന് വെന്താൽ മതി, വല്ലാതെ വേവണ്ട. എന്നിട്ട് അതിലേക്ക് നാളികേരം, ജീരകം, വെളുത്തുള്ളി, ചീനമുളക് കിട്ടും. ചീനമുളക് ഉള്ളവർ ചീനമുളക് എടുത്തോളും. ചീനമുളക് ഇട്ട ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ കൂട്ടി ചതച്ചെടുക്കുക കേട്ടോ. അല്ലാണ്ട് അരയ്ക്കരുത്. ഇങ്ങനെ കോലർന്ന് കിട്ടണ പോലുള്ള ചതച്ചെടുക്കുക. നമ്മൾ അവിയലിലേക്കൊക്കെ അരയ്ക്കണ പോലെ അരച്ചാൽ മതി കേട്ടോ. അധികം അരഞ്ഞാൽ രസം ഉണ്ടാവില്ല. ഇതാണ് പാകം. പിന്നെ അതിലേക്ക് വേപ്പിൻ്റെ ഇലയും പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒറ്റിച്ചാൽ മതി കേട്ടോ. പച്ച വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ഒറ്റിച്ചോളാം. അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കിട്ടും. എന്നിട്ട് നമുക്ക് മീൻ കറിയുടെ കൂടെയും ചിക്കൻ കറിയും ബീഫ് കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. എന്നിട്ട്